അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഷോട്ട്സ് ആണ് കേട്ടത്. ഈ സ്ഥലത്താട്ടോ നമ്മൾ സ്റ്റേ ചെയ്തത്. ഈ ഒരു ഹോട്ടലിൽ നിന്നാണ്, പേര് ഞാൻ കറക്റ്റായിട്ട് എടുത്തില്ല, ഈ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ഈ ട്രിപ്പിൽ കൊടൈക്കനാൽ എത്തിയിട്ട് പോരുന്ന വരെയുള്ള ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. കേരള ഹോട്ടൽ തന്നെയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫുഡ്സൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റിയിലും തന്നെയായിരുന്നു കേട്ടോ തന്നിട്ടിരുന്നത്. എനിക്ക് നോർമലി ഈ തമിഴ്നാട് മസാല അവരുടെ ഫുഡ് എനിക്ക് അങ്ങനെ പിടിക്കത്തില്ല. ഇത് പക്ഷെ നമ്മുടെ ഫുഡ് തന്നെ ആയതുകൊണ്ട് കൊള്ളായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മളുടെ ഏകദേശം ലേക്കിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ക്യാമ്പ് ഫയറിന് വന്നായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ഗ്രീൻ വാലി വ്യൂ പോയിന്റ് കാണാനായിട്ടാണ്. പേര് അത് തന്നെ ആയിരുന്നു എന്നാണ് തോന്നുന്നത്, എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. സോ നമ്മൾ അത് കാണാനായിട്ട് വന്നു. ഇവിടുന്ന് വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല, ഈ ഒരു വ്യൂവേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ താഴത്തൊക്കെ നിറച്ചു ഇങ്ങനെ വേസ്റ്റൊക്കെ കിടക്കായിരുന്നു കേട്ടോ. എനിക്ക് അവിടെ പോയത് അത്യാവശ്യം എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് ഇഷ്ടമായില്ല. എനിക്കെന്തോ ഒരു വേസ്റ്റേജ് ഓഫ് ടൈം പോലെയാണ് തോന്നിയത്. അങ്ങനെ നമ്മൾ അത് കണ്ടു. തിരിച്ച് പോണ വഴിക്കും ക്രൗഡായിരുന്നു, വന്ന വഴിക്ക് അതിനേലും ക്രൗഡായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ പോകുന്ന വഴിയിൽ രണ്ട് സൈഡും ഇതുപോലെ കുറേ കടകളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഗുണ കേവ് കാണാനായിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ പാർക്കിങ്ങിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് നടക്കുമായിരുന്നു. അവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഈ എൻട്രിയുടെ അവിടെ ആ ഒരു തിരക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കൊന്നും തിരക്കില്ല, പക്ഷെ അകത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ, ആ ഒരു കേവിൻ്റെ അവിടെയായിട്ട്. അങ്ങനെ നമ്മൾ അകത്തായിട്ട് നടക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടൈക്കനാൽ എത്തിയ ശേഷം ആ ഒരു ട്രിപ്പിൻ്റെ ഫുൾ ആ മൂഡിലിട്ട് കടന്നുകൊണ്ട് വലിയ കാര്യമായിട്ട് അങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ലായിരുന്നു. കുഞ്ഞു കുഞ്ഞു ക്ലിപ്സൊക്കെ ഇതുപോലെ എടുത്തേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഗുണ കേവിൻ്റെ അവിടെ എത്തി. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. ഞാനിവിടെ പണ്ട് വന്നേക്കണത് ആ ഒരു 10th ട്രിപ്പിനാണെന്ന് തോന്നുന്നു, അങ്ങനെ എങ്ങാണ്ടാട്ടോ ലാസ്റ്റ് വന്നത്. പിന്നെ പാരൻസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഗുണ കേവൊക്കെ കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് നമ്മൾ നടക്കുമായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ വേറെ ഏതൊരു സ്ഥലത്ത് കൂടി പോയിട്ടുണ്ടായിരുന്നു, ഞാനത് എടുക്കാൻ മറന്നുപോയേ. പിന്നെ നമ്മൾ തിരിച്ച് ലഞ്ചൊക്കെ കഴിക്കാനായിട്ട് വന്നിട്ട് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മളോട് പറഞ്ഞു ആ ലേക്കിൻ്റെ അങ്ങോട്ട് പൊക്കോ, ഏകദേശം 6:30 അങ്ങനെ എന്തോ ഒരു ടൈം പറഞ്ഞിട്ട് പറഞ്ഞു അവിടെ നമ്മൾ പോയ ആ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ലേക്കിൻ്റെ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് തന്നെ സൈക്കിൾ ഓടിക്കാൻ പോകാമെന്ന് വിചാരിച്ചേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 6.5 കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാതെ ആട്ടോ ഞാൻ ഈ സൈക്കിൾ ഓടിക്കാൻ വേണ്ടി പോയത്. ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് ആ ഒരൊറ്റ റൗണ്ടല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ നല്ല ദൂരം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. ആ ലേക്കിൻ്റെ അവിടെയുള്ള കടകളിൽ ഞങ്ങൾ ആ വാങ്ങിച്ച കടയിലാട്ടോ ഏറ്റവും റേറ്റ് കുറവേ. ചോക്ലേറ്റ്സിന് സെയിം ചോക്ലേറ്റ് ആണ് വേറെ കടയിലൊക്കെ ഇതിൽ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കും വേറൊരു ക്യാമ്പ് ഫയറും കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ ട്രിപ്പ് അതോടെ അവസാനിച്ചു കേട്ടോ. നമ്മൾ തിരിച്ചു പോന്നു. ഇത് നമ്മൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ആട്ടോ ഗുണ കേവിൻ്റെ അവിടെ നിന്നും. മീൻസ് ഞാൻ ഓക്കെ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ ആട്ടോ രണ്ടാമത് നമ്മൾ പോയത് ഗുണ കേവിനെ. അങ്ങനെ നമ്മുടെ ചെറിയ ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ.